ലോകത്തെവിടെ എന്ത് നടന്നാലും അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നാണല്ലോ സ്വാഭാവികമായും ഓരോരുത്തരും ചിന്തിക്കുക. അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ഗവർണർ, അദ്ദേഹത്തിന്റെ പേര് ക്രിസ് വാലർ എന്നാണ്. അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം നീണ്ടുപോയാൽ അമേരിക്ക കൊടുക്കേണ്ടി വരുന്ന വില വളരെ കടുത്തതായിരിക്കും. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ തകരും. അധികാരത്തിന്റെ ഭാഗമായി നിന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്. ആളുകൾ പുറത്തിറങ്ങാതാവും, ആളുകൾക്ക് ഒന്നും വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാകും എന്നൊരു മുന്നറിയിപ്പ് പോലെ. റിസഷൻ എന്ന വാക്കൊന്നും അദ്ദേഹം പറയുന്നില്ല. ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് വേട്ടയാടും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് CNBC എന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ളൊരു മീഡിയയ്ക്ക് ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് ക്രിസ് വാലർ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആക്രമണത്തിന് പോകുമ്പോൾ ലോകത്ത് ആക്രമിക്കുന്നവർക്ക് പോലും പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സിദ്ധാന്തമാണ് ഇതുവഴി അറിഞ്ഞിരിക്കുന്നത്. ഇത് അറിയുന്നതോടുകൂടി സ്വാഭാവികമായും അമേരിക്കൻ ജനതയ്ക്ക് ഉണ്ടായി വരുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. ആ കൂട്ടത്തിലാണ് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 93 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യം. എന്ന് വെച്ചാൽ ഒരു ദർഹത്തിന് 25-50 കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒരു പുതിയ റെക്കോർഡിലേക്ക് കൂപ്പുകുത്തുന്ന ഇന്ത്യൻ കറൻസിയുടെ യുദ്ധാനന്തര അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാമ്പത്തിക സാഹചര്യത്തെ കൂടി ഇത്തരം റിപ്പോർട്ടുകളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ യുദ്ധം കൊണ്ട് ആരാ നേടുന്നത്? ഇപ്പോൾ 2-3 രാജ്യങ്ങളുടെ പേര് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നു. ഇപ്പോൾ നടന്നു വരുന്ന യുദ്ധം കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത കാനഡ, റഷ്യ, നോർവേ, ഈ 3 രാജ്യങ്ങൾ കാര്യമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് തൽക്കാലം എണ്ണ വാങ്ങാമെന്നൊരു ഗ്രീൻ ലൈറ്റ് കൂടി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയപ്പോൾ റഷ്യയ്ക്ക് വളരെ സന്തോഷമായി എന്നാണ് വിശകലന റിപ്പോർട്ടുകൾ പറയുന്നത്. കാനഡയും നോർവേയും തങ്ങളുടെ റിസർവുകളും കൈവശമുള്ള എണ്ണ ഉൽപ്പാദക ശക്തിയുമെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ലോകത്ത് ശക്തമായിട്ടുള്ള നീക്കം നടത്തി നേട്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് ആ നീക്കം ഒരു നേട്ടം ഉണ്ടാവില്ല എന്നും വിശകലന വിദഗ്ധർ പറയുകയാണ്. ഇന്ന് ഗൾഫ് മേഖലയിൽ പെരുന്നാൾ ദിവസം ഈ മാർച്ച് 20 വെള്ളിയാഴ്ച അന്താരാഷ്ട്ര എണ്ണ വിലയിൽ 114 എന്ന അക്കം രേഖപ്പെടുത്തി. ഒരു ബാരലിന് $114. ഈ സമയത്ത് നിരീക്ഷകർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് 100-ൽ താഴേക്കൊന്നും പെട്ടെന്നൊന്നും പോകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ 72-ൽ നിന്നത് 72-ഉം 80-ഉം ഒക്കെ മാന്യമായിട്ടുള്ളൊരു പ്രൈസാണ്. 60-നും 80-നും ഇടയിൽ അതിപ്പോൾ 114ആയി നിൽക്കുകയും 100-ന് താഴേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ഒരു സൂചന വരികയും ചെയ്യുമ്പോൾ ലോകത്തുണ്ടാകാൻ പോകുന്ന എണ്ണ വിഭ്രാന്തി ചെറുതൊന്നുമില്ല നിരീക്ഷകർ പറയുകയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ട്രംപ് അതിശക്തമായ ഭാഷയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് പറഞ്ഞത്രേ കഴിഞ്ഞ ദിവസം, ഇറാൻ്റെ എണ്ണശാലകളിൽ, എനർജി ഫെസിലിറ്റീസിൽ ആക്രമണങ്ങൾ നടത്തരുത്, പാചക വാതകവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണെങ്കിലും ആക്രമിക്കരുത്. ആ പറഞ്ഞ അഡ്വൈസ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇന്ന് മാർച്ച് 20-ന് വരികയാണ്. ഇതിനിടയിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് കപ്പലുകളും നാവികരും പടയാളികളും ഒക്കെ ആയിട്ട് കുറേ ആളുകളെ അയക്കണമെന്ന് നാറ്റോ സഖ്യത്തോട് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരൊറ്റ അംഗരാജ്യവും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അതിന് അതിശക്തമായ ഭാഷയിൽ ഇന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞിരിക്കുന്നു, ഭീരുക്കളാണ് നാറ്റോ സഖ്യത്തിലെ ആളുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നു, ഞങ്ങൾക്കൊരു അഭിപ്രായം വന്നപ്പോൾ, ഒരാവശ്യം വന്നപ്പോൾ ആരും ഇടപെടുന്നില്ല, അങ്ങനത്തെ ഭീരുക്കളാണ്. അമേരിക്കയില്ലെങ്കിൽ നാറ്റോ കടലാസ് പുലിയാണ്, പേപ്പർ ടൈഗർ എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ. മാത്രമല്ല, ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക സൈനികമായി വിജയിച്ചിരിക്കുകയാണെന്ന കാര്യം കൂടി നാറ്റോയെ ഔപചാരികമായിട്ട് ട്രംപ് അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ നിന്നാൽ പോരാ, ഞങ്ങൾ 4500 വരുന്ന വലിയൊരു ബറ്റാലിയൻ ഈ ആളുകളെ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തേക്ക് കപ്പലുകളിൽ കയറ്റി അയക്കാൻ പോവുകയാണ്, സൈനികരെ. അതിൽ നാവികരുണ്ട്, സാധാരണ മറൈൻസ് ഉണ്ട്, അഭ്യാസികളായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രധാനപ്പെട്ട ചില കപ്പലുകൾ കൂടി അവിടെ വിന്യസിച്ചുകൊണ്ട് അവിടുത്തെ ഗതാഗതം, നീക്കുപോക്കുകൾ, ഈ ഹൃദയധമനിയിൽ നിന്ന് ഈ രക്തം ഒഴുകിപ്പോകുന്ന എന്ന് പറയുന്ന ആർട്ടറികളുണ്ടല്ലോ,
അതുപോലെ ഉള്ള സംവിധാനമാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാകണമെന്ന് ധാരണയിൽ ആളുകൾ അയക്കുകയാണെന്നാണ്. അത് പറഞ്ഞിരിക്കുന്ന 4500 പേരും വരുമോ അതോ അതിൻ്റെ പകുതി ആൾക്കാർ അയക്കുമോ എന്നത് വ്യക്തമായിട്ടില്ല. എന്നയക്കും എന്ന കാര്യവും വ്യക്തമായിട്ടില്ല. എങ്കിലും ഈ ആംഫീബിയൻസ് റെഡി ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പുണ്ട്, അതുപോലെ മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ്, ഈ 2 യൂണിറ്റിലെയും 4500-ലധികം ആളുകൾ മൊത്തത്തിലുണ്ട്. അവരെ അയക്കാനാണ് തീരുമാനമെന്നറിയുന്നു. അതേസമയം ഇറാനിലേക്ക് കരയുദ്ധത്തിന് വേണ്ടി അമേരിക്കൻ സൈനികരെ ഏതായാലും വിട്ടയക്കില്ല, കൊണ്ടുപോകില്ല എന്ന കാര്യം ഇന്നും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ നീക്കുപോക്കുകളും ഗതിവിഗതികളുമായി ഇന്ന് മാർച്ച് 20 വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഇറാനുള്ളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. ഇറാന്റെ പുതിയ പരമോന്നത മേധാവി സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ ഒരു മെസ്സേജ് കൊടുത്തു. അത് ഓഡിയോ അല്ല, വീഡിയോ അല്ല. ഈ ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ആളുകൾ വായിക്കുന്ന മെസ്സേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുജ്തബ ഖാമിനി പറഞ്ഞിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം, ഈ ടെഹ്റാനിലൂടെ ടാക്സിയിൽ അദ്ദേഹം അജ്ഞാതനായി ചുറ്റിയത്രേ. അപ്പോൾ അതിശക്തമായ ഒരു യൂണിറ്റി, ഒരു ഒറ്റക്കെട്ടായി പോകാനുള്ള സാഹചര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചത്രേ എന്നാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഒമാനുമേലും തുർക്കിക്കുമേലും ആക്രമണം നടത്തിയത് ഒരു കാരണവശാലും ഇറാൻ അല്ല എന്ന കാര്യം കൂടി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്രേ. ഇതാണ് സ്റ്റേറ്റ് ടെലിവിഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം. മൂന്നാമത്തേത്, കുറേ നേതാക്കന്മാർ മരിച്ചു എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ ബലം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്ന മട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് എവിടെയൊക്കെ ഇസ്രയേൽ വംശജരും അമേരിക്കക്കാരുമുണ്ടോ അവിടെയൊക്കെ ആക്രമിക്കും എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്തെവിടെയുമുള്ള ഈ എൻ്റർടൈൻമെൻറ്റ്, ടൂറിസം ഫെസിലിറ്റീസ് ഇവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തും എന്ന കാര്യവും അറിയിച്ചിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പ് പോലെ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നു എന്നാണ് പല സ്റ്റേറ്റ്മെൻറ്റുകളിലും കാണുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ജെറുസലേമിന് നേർക്ക് ആക്രമണം നടന്നു. ജെറുസലേമിൽ ഓൾഡ് സിറ്റി അടുത്തായിട്ട് ഒരാൾക്ക് പരുക്ക് പറ്റി എന്നും ഈ ആക്രമണത്തിനെ തുടർന്നുള്ള റിപ്പോർട്ടുകളിൽ കാണുകയാണ്. പെരുന്നാൾ ദിവസമായി ഇന്നും UAE ശക്തമായി വന്ന മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിച്ചു. 4 ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു, 26 ഡ്രോണുകൾ വന്നു. അങ്ങനെ 30 എണ്ണവും പ്രതിരോധിച്ചതായി, വിജയകരമായി ഇൻ്റർസെപ്റ്റ് ചെയ്തതായി ഔദ്യോഗിക അറിയിപ്പിൽ പറയുകയാണ്. ആളുകളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ഈ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ വീണ്ടും ഈ മൊബൈലിലൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ പല ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി വീണ്ടും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക. എവിടെയെങ്കിലും ഈ ഡെബ്രി, അവശിഷ്ടങ്ങൾ കണ്ടാൽ അതിൽ നിന്നും മാറി നിൽക്കുക. ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിക്കുക എന്നുള്ളതല്ലാതെ പെട്ടെന്ന് മൊബൈൽ എടുത്ത് പിടിച്ച് ആൾക്കാരെ അറിയിക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ നിയമം മൂലം നിരോധിച്ച കാര്യമാണ്. അപകടം ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അവിടേക്ക് പോയി നോക്കിക്കൊണ്ട് നിൽക്കാതെ, അവിടേക്ക് പോയി തിക്കും തിരക്കും ഉണ്ടാക്കാതെ, ആ സാധനങ്ങളിൽ പോയി തൊട്ട് നോക്കാതെ മാറി നിൽക്കുക എന്നുള്ള പ്രാഥമിക മര്യാദ നമ്മൾ കാണിക്കണം എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ നമ്മളതിനെ ശിരസ്സാ വഹിച്ചുകൊണ്ട് പെരുമാറണമെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ചില ആളുകളുടെ കുപ്രചരണങ്ങൾ വേറെയുമുണ്ട്. അതായത് ഈ ആളുകളൊക്കെ, നിക്ഷേപകരൊക്കെ ഇവിടെ വന്നിട്ട് വിട്ടുപോകാൻ നോക്കുന്നു, കാശും എടുത്തുകൊണ്ട് പോകുന്നു, ഇങ്ങനെ അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്തോ ഒരു സുഖം കിട്ടുന്ന പോലെയാണ്. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ, കാര്യങ്ങൾ നമ്മൾ കണ്ടു, എന്തെല്ലാം അതിജീവിച്ചു, ഈ പ്രദേശത്ത് ഏതെല്ലാം തരത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്നു. UAEയുടെ ഗവൺമെൻറ് തന്നെ വലിയ ഇനിഷ്യേറ്റീവ് ബാങ്കുകൾ വഴി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം സന്ദർഭം വരുമ്പോൾ, അത് യുദ്ധമാണെങ്കിലും മഹാമാരിയാണെങ്കിലും ഒക്കെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയുള്ള കറക്ഷൻ പ്രക്രിയ എല്ലായിടത്തും നടക്കുന്നതാണ്, എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു കീഴ്വഴക്കമൊന്നും നമ്മുടെ ആളുകൾക്കുമില്ല. സാമ്പത്തിക മാന്ദ്യം ലോകത്ത് കൊടുമ്പിരിക്കൊണ്ട 2007, 2008, 2009, 2010 വർഷങ്ങളിലൊക്കെ അങ്ങനെ ഒരുപാട് പേർക്ക് ആശങ്ക ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് ഈ രാജ്യം എങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് ശക്തമായിട്ട് അടിയുറച്ച് നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തണമെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ്. അത്യാവശ്യക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും എല്ലാ ദിവസവും അടുത്ത ദിവസത്തേക്ക് വേണ്ടിയുള്ള ഷെഡ്യൂൾഡ് ആവട്ടെ നോൺ ഷെഡ്യൂൾഡ് ആവട്ടെ ഫ്ലൈറ്റുകളുടെ കണക്ക് പറയുന്നുണ്ട്. മസ്കറ്റിൽ നിന്ന്, ജിദ്ദയിൽ നിന്നൊക്കെ ധാരാളം നോൺ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളും അങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. UAEയിൽ നിന്ന് നാളെ 26 ഫ്ലൈറ്റുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എല്ലാ സാഹചര്യങ്ങളും ഒക്കുമെങ്കിൽ എന്ന രൂപത്തിലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നോൺ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളാണ്. അതുമൊക്കെ എയർ ഇന്ത്യ അറേഞ്ച് ചെയ്യുന്നു എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഓഫീസുകളുമായി, വിമാന കമ്പനികളുടെ ഓഫീസുകളുമായിട്ടൊക്കെ
ഒന്ന് ചോദിച്ചിട്ട് ഉറപ്പിച്ചിട്ട് വേണം പോകാനെന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മിറക്കിൾ ഗാർഡൻ ദുബായിൽ ഫ്രീ ആക്കി കൊടുക്കുന്നൊരു വാർത്ത വന്നത് മുതൽ ആളുകളുടെ തിക്കും തിരക്കും അവിടെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇനി ആളിങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അടച്ചിടുന്ന സാഹചര്യം വരെ എത്തി. എന്നാൽ നാളെ മുതൽ, അതായത് മാർച്ച് 21 മുതൽ 31 വരെ 50 ദിർഹവും വാറ്റും വാങ്ങും പ്രവേശനത്തിന് എന്ന രൂപത്തിൽ അറിയിപ്പ് മിറക്കിൾ ഗാർഡൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് സങ്കടകരമായ ഒരു കാര്യം വന്നിരിക്കുന്നത്, മാർച്ച് 18 ഈ ആക്രമണത്തിൽ അവശേഷിപ്പുകളിൽ പെട്ടുപോയ ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹം ഇന്ന് മരണമടഞ്ഞു എന്ന അറിയിപ്പ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് റിയാദിൽ നിന്ന് വരികയാണ്. യുദ്ധത്തിൻ്റെ അതിതീവ്ര ഘട്ടം ഒന്ന് മാറി എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യ ദിവസം ഉള്ളതുപോലുള്ള ആശങ്കകളൊന്നും നമ്മുടെ ആളുകൾക്കില്ല. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ, കുറച്ചുകൂടിയൊക്കെ വിമാന സർവീസുകൾ വരണം, അത്യാവശ്യത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി കുറഞ്ഞ കാശിന് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിൽ ഫെബ്രുവരി 28 മുമ്പ് എങ്ങനെയായിരുന്നോ ആ രൂപത്തിലേക്ക് എത്രയും പെട്ടെന്നാകാൻ വേണ്ടിയുള്ള യുക്തമായ നടപടികൾ ബോധമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന്, ലോകം മുഴുവനുമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചും പ്രാർത്ഥിച്ചും ദുബായ് വാർത്തയുടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, അരീൻ ബേക്കേഴ്സ്, e-lessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, ഡീൽ പ്രൈസ്, ഇന്ത്യ GCC ബിസിനസ് ലോഞ്ച്.